Welcome to Sociology Classroom. Dear students, today we are going to discuss kinship. നമ്മുടെ NIOS ടെക്സ്റ്റ് ബുക്കിലെ 14ാമത്തെ ചാപ്റ്റർ ആണ് കിൻഷിപ്പ്. നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഫാമിലി, മാരേജ് തുടങ്ങിയ. ഇനി അതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കിൻഷിപ്പ്. കിൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിൻഷിപ്പ് എന്ന വേർഡിന്റെ അർത്ഥം കുടുംബ ബന്ധങ്ങൾ എന്നതാണ്. അപ്പം ഇനി നമുക്ക് അതിന്റെ മീനിങ്ങും ഡെഫിനിഷനും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സോഷ്യോളജിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ കിൻഷിപ്പ് ഈസ് എ സോഷ്യൽ റെക്കഗ്നിഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഫാമിലി റിലേഷൻഷിപ്സ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് മാരേജ്, പ്രൊക്രിയേഷൻ ആൻഡ് അഡോപ്ഷൻ. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ദത്തെടുക്കൽ. ദത്തെടുക്കലിലൂടെയോ പ്രൊക്രിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഈ കുട്ടികൾ ഉണ്ടാവുന്നതിനാണ് പ്രൊക്രിയേഷൻ. അങ്ങനെ അതുമായിട്ടോ അല്ലെങ്കിൽ മാരേജിലൂടെയോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സാമൂഹിക അംഗീകാരമുള്ള ഫാമിലി റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ കിൻഷിപ്പ് എന്ന് പറയാം. അഥവാ അഡോപ്ഷൻ, പ്രൊക്രിയേഷൻ, മാരേജ് തുടങ്ങിയ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക അംഗീകാരമുള്ള ഫാമിലി റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ കിൻഷിപ്പ് എന്ന് പറയാം. ഇതില് സോഷ്യൽ റെക്കഗ്നേഷൻ അഥവാ സാമൂഹിക അംഗീകാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫാമിലികൾ ഉണ്ടാകാം. അത് സമൂഹം അറിഞ്ഞുകൊണ്ടും അറിയാത്തതും ഉണ്ടാകാം. ഒരാൾക്ക് സമൂഹം അറിയാതെ ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത പങ്കാളിയുണ്ട്, വിവാഹം രജിസ്റ്റർ ചെയ്യാത്ത പങ്കാളിയുണ്ട്, അതിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സാമൂഹിക അംഗീകാരം ഇല്ലെങ്കിൽ അതിന് നമ്മൾ കിൻഷിപ്പിൽ കൂട്ടാറില്ല. അതാണ് അതിന്റെ ബേസിക് ആയ റീസൺ. അതുകൊണ്ട് തന്നെ സോഷ്യൽ റെക്കഗ്നിഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ബയോളജിക്കൽ റിലേഷൻഷിപ്പ്. ഒരു ശാരീരിക ബന്ധത്തെക്കാൾ അല്ലെങ്കിൽ ജൈവിക ബന്ധത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹിക അംഗീകാരം അല്ലെങ്കിൽ സോഷ്യൽ റെക്കഗ്നിഷൻ എന്നുള്ളത്. സാധാരണയായിട്ട് എ നോർമൽ അഡൽട്ട് വിൽ മെമ്പർ ഓഫ് 2 ടൈപ്സ് ഓഫ് ഫാമിലി. ഒരു സാധാരണ വ്യക്തി, ഒരു മുതിർന്ന വ്യക്തി 2 തരം ഫാമിലികൾ ഉണ്ടായിരിക്കും. ഒന്ന് അയാളുടെ ജനനത്തോടു കൂടി അയാൾക്ക് ലഭിക്കുന്ന ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ ഉൾപ്പെടുന്ന ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, അതാണ് ഒന്നാമത്തെ ഫാമിലി. പിന്നെ ഇതിനെ ക്രോസ് ചെയ്ത് കൊണ്ടുവരുന്ന മറ്റൊരു ഫാമിലിയാണ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വിവാഹത്തിൽ ഏർപ്പെടുകയും അങ്ങനെ വിവാഹത്തിലൂടെ അയാൾക്കുണ്ടാകുന്ന പുതിയ ഒരു ഫാമിലിയെയാണ്, അയാൾ പുതുതായിട്ട് മെമ്പർ ആകുന്ന അല്ലെങ്കിൽ അയാൾ ഫോം ചെയ്യുന്ന പുതിയ ഫാമിലിയെയാണ് നമ്മൾ ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ എന്ന് പറയാം. ഇനി നമ്മൾ കിൻഷിപ്പുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം. അപ്പം സാധാരണയായിട്ട് കിൻഷിപ്പുകളെ 2ആയിട്ട് തിരിക്കാറുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അഫിനൽ കിൻഷിപ്പ് ആണ്. അഫിനൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മാരേജിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തെയാണ്, മാരേജിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളെയാണ് അഫിനൽ കിൻഷിപ്പ് എന്ന് പറയാം. മാരേജിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ മാരേജ് ആണ്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളതാണ്. അത് ഏറ്റവും പ്രൈമറിയാണ്. അഫിനൽ കിൻഷിപ്പ് ഹസ്ബൻഡും വൈഫും മാത്രമല്ല, വേറെ ആൾക്കാർ തമ്മിലുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കിൻ റിലേഷൻഷിപ്പ് ആണ് അഫിനൽ കിൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമല്ലാതെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പിതാവ്, അത് നിങ്ങൾക്ക് വിവാഹത്തിലൂടെ ലഭിച്ച ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ സഹോദരൻ അല്ലെങ്കിൽ ഭാര്യ സഹോദരി, അളിയൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അതാണ് സൺ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മരുമകൻ, മരുമകള്, അതുപോലത്തെ അളിയന്, പിന്നെ അതുപോലെ കുറെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാകുന്നത് അഫിനൽ കിൻഷിപ്പിലാണ്. വിവാഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ബന്ധങ്ങളെയും, അഥവാ ഭാര്യ മാത്രമല്ല ഭാര്യയുടെ ബന്ധുക്കളും നിങ്ങളുടെ ബന്ധുക്കളായി മാറുകയാണ്. അങ്ങനെ ലഭിക്കുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ അഫിനൽ കിൻഷിപ്പ് എന്ന് പറയാം. അടുത്തത് കോൺസാൻഗ്വിനിയൽ കിൻഷിപ്പ് ആണ് അടുത്തത്. കോൺസാൻഗ്വിനിയൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലൂടെ കിട്ടുന്ന, ബേസ്ഡ് ഓൺ ഡിസെന്റ് ഓർ ബ്ലഡ് റിലേഷനിലൂടെ കിട്ടുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ കോൺസാൻഗ്വിനിയൽ കിൻഷിപ്പ് എന്ന് പറയാം. ഈ കോൺസാൻഗ്വിനിയൽ കിൻഷിപ്പ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ചിൽഡ്രൻ ആൻഡ് പാരന്റ്, കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധമാണ്. കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മാതാവും
മകനും അല്ലെങ്കിൽ മാതാവും മകളും, പിതാവും മകനും അല്ലെങ്കിൽ പിതാവും മകളും. ഇതാണ് ഏറ്റവും പ്രൈമറി. അത് മാത്രമല്ല അല്ലാതെയുണ്ട് കോൺസാൻഗ്വിനിയൽ കിൻഷിപ്പ്. ഇപ്പം അങ്കിളും എന്താ അമ്മാവനും മരുമകനും ഒക്കെ ഉണ്ടാവൂലേ, അങ്കിൾ നെഫ്യൂ, ഇങ്ങനെയുള്ള എന്താ നമ്മുടെ ബ്ലഡ് റിലേഷനിലൂടെ കിട്ടുന്ന ബന്ധങ്ങളെയൊക്കെയാണ് കോൺസാൻഗ്വിനിയൽ കിൻഷിപ്പ് എന്ന് പറയാം. ഈ കോൺസാൻഗ്വിനിയൽ കിൻഷിപ്പും അഫിനൽ കിൻഷിപ്പും അല്ലാതെ മൂന്നാമതൊരു തരം കിൻഷിപ്പും കൂടി ഉണ്ട്. നമ്മൾ ഇതിന്റെ ടൈപ്പിൽ പറയില്ലെങ്കിൽ നമ്മൾ അതും കൂടി അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഫിക്റ്റീവ് കിൻഷിപ്പ്. ഈ ഫിക്ഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ, ഭാവന അല്ലെങ്കിൽ ഭാവനയിൽ ഉണ്ടാകുന്ന ശരിക്കും നടക്കാത്തന്നൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഫിക്റ്റീവ് കിൻഷിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഇമാജിനറി റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അസ്യൂംഡ് റിലേഷൻഷിപ്പാണ്. ശരിക്കും അങ്ങനത്തെ ഒരു ബന്ധം അവിടെ കാണാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു ബന്ധം അവിടെ ആരോപിക്കുകയാണ്. ഉദാഹരണമായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഒരു കുട്ടി തന്റെ സ്റ്റെപ്പ് ഫാദറിനെ ഫാദർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആരാണപ്പോ ഞാനൊരു കുട്ടിയെ ദത്തെടുത്താൽ ആ കുട്ടി എന്നെ അച്ഛ എന്ന് അല്ലെങ്കിൽ ഉപ്പ എന്ന് വിളിക്കുന്നതിനെയാണ് നമ്മൾ അങ്ങനെ അഡോപ്ഷൻ. ശരിക്കും ഞാൻ ആ കുട്ടിയുടെ ഉപ്പയല്ല, പക്ഷെ അവിടെ അങ്ങനെ ഒരു പിന്നെന്താ ഒരു ഇമാജിനറി റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഇത്തരം റിലേഷൻഷിപ്പിലെയാണ് നമ്മൾ ഫിക്റ്റീവ് കിൻഷിപ്പ് എന്ന് പറയാം. ഇത് മാത്രമല്ല, നീലഗിരി ഹിൽസിലെ തോഡാസ് എന്നുള്ള ഗോത്ര വിഭാഗം അവര് സാധാരണയായിട്ട് പോളിയാൻഡ്രി എന്ന് അഥവാ ഒരു ഭാര്യയ്ക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാകും. അപ്പം ഈ കുട്ടി അതിലുണ്ടാകുന്ന കുട്ടി ആരുടേതാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ ഒരു ആചാരമുണ്ട്. പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താക്കന്മാരിൽ ഒരാൾ എന്ത് ചെയ്യും, ആയുധങ്ങൾ പ്രത്യേകിച്ചും അമ്പും വില്ലും ഒക്കെ കാണിക്ക വെക്കുന്ന ഒരു ആചാരമുണ്ട്. ഇങ്ങനെ അമ്പും വില്ലും ഏത് ഭർത്താവാണോ കാണിക്ക വെക്കുന്നത് അവരായിരിക്കും ഈ കുട്ടിയുടെ അച്ഛനായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇതാണ് നീലഗിരി ഹിൽസിലെ തോഡാസിന്റെ ഇടയിലുള്ളത്. ഇതും ഫിക്റ്റീവ് കിൻഷിപ്പാണ്. ശരിക്കും ആ കുട്ടിയുടെ അച്ഛൻ അയാൾ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഈ ഫിക്റ്റീവ് കിൻഷിപ്പില് പോളിയാൻഡറി ഉള്ളതായതുകൊണ്ട് ഫിക്റ്റീവ് കിൻഷിപ്പില് അച്ഛനെ ഇങ്ങനെയാണ് അച്ഛനെ സംബോധന ചെയ്തത്. ശരിക്കുള്ള അച്ഛൻ അതായിക്കണം യാതൊരു നിർബന്ധമില്ല. പിന്നെ കിൻഷിപ്പിന്റെ ഡിഗ്രി, അതിന്റെ ക്ലോസ്നെസ്, എത്രമാത്രം അടുത്ത ബന്ധുത്വമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കിൻഷിപ്പിനെ മൂന്നായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നൊക്കെയാണ്. അത് എത്രയും വേണം തിരിക്കാട്ടോ. പിന്നെ നമ്മുടെ എത്രമാത്രം ക്ലോസ് ആണ് അതിനനുസരിച്ചിട്ടാണ് പ്രൈമറി എന്നൊക്കെ പറയാം. അപ്പം പ്രൈമറി കിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആളുകളാണ് പ്രൈമറി കിൻ. ഇപ്പോൾ അച്ഛൻ അമ്മ, ഫാദർ മദർ, അല്ലെങ്കിൽ അച്ഛൻ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ എന്നൊക്കെ പറയുന്ന ഹസ്ബൻഡ് വൈഫ്, ഭാര്യ ഭർത്താവ്, ഇതൊക്കെ ഏറ്റവും അടുത്താണ്. അവർക്കിടയിൽ പിന്നെ ആ ബന്ധത്തെ കുറിക്കാൻ വേറെ ആളുടെ ആവശ്യമില്ല. അതാണ് ഫസ്റ്റ് ഡിഗ്രി റിലേഷൻഷിപ്പാണ്. അച്ഛൻ മകൻ, എന്റെ അച്ഛനാണ് അല്ലെങ്കിൽ എന്റെ മകനാണ് എന്ന് പറയുന്ന ആ ബന്ധം, അതിനെയാണ് ഫസ്റ്റ് ഡിഗ്രി റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അതാണ് പ്രൈമറി കിൻഷിപ്പ് എന്ന് പറയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കിൻഷിപ്പ് അതാണ്. അത് ദേ ആർ ഡയറക്ട്ലി റിലേറ്റഡ് ഈച്ച് അതർ. അതിലെ ഓരോ ആളുകളും പരസ്പരം ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇപ്പൊ സെക്കൻഡറി റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും എന്തായിരിക്കും, അവർ ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കില്ല. പക്ഷെ അവരുടെ പ്രൈമറി കിന്നിലൂടെ എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മകൻ എന്റെ പ്രൈമറി കിന്നാണ്. അങ്ങനെ വരുമ്പം എന്റെ മകന്റെ പ്രൈമറി കിന്നും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സെക്കൻഡറി കിന്ന് വരിക. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഉമ്മയും നിങ്ങളും തമ്മിൽ പ്രൈമറി റിലേഷൻഷിപ്പ് ആണ്, അഥവാ പ്രൈമറി കിന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയും തമ്മിൽ പ്രൈമറി റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക സെക്കൻഡറി റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് എങ്ങനെ സാധ്യമാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നിങ്ങളും ഉമ്മയും തമ്മിൽ പ്രൈമറി റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ പ്രൈമറി കിന്നാണ്. ഉമ്മയുടെ ഉപ്പയും തമ്മിൽ പ്രൈമറി റിലേഷൻഷിപ്പാണ്. അപ്പം ഈ ഒരു പ്രൈമറി കിൻ മറ്റൊരു പ്രൈമറി കിന്നുമായിട്ട് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സെക്കൻഡറി റിലേഷൻ കിൻ എന്ന് പറയുന്നത്. അതാണ് പ്രൈമറി കിൻ ഓഫ് പ്രൈമറി കിൻ എന്നാണ് സാധാരണ പറയല്. അത് നിങ്ങൾ കൺഫ്യൂസ് ആവുന്നതുകൊണ്ട് അങ്ങനത്തെ 33 തരത്തില് 33 ടൈപ്സ് ഓഫ് സെക്കൻഡറി കിൻ ഉണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മനസ്സിലാകും. ഫാദേഴ്സ് ഫാദർ എന്നുവെച്ചാൽ നമ്മുടെ മുത്തച്ഛൻ നമ്മുടെ പ്രൈമറി കിന്നല്ല, നമ്മുടെ വല്യുപ്പ നമ്മുടെ പ്രൈമറി കിന്നല്ല. കാരണം അച്ഛന്റെ അച്ഛനാണ്. അച്ഛനും മുത്തച്ഛനും തമ്മിൽ പ്രൈമറി കിന്നാണ്. ഞാനും അച്ഛനും തമ്മിൽ പ്രൈമറി കിന്നാണ്. അപ്പൊ മുത്തച്ഛനും ഞാനും തമ്മിലുള്ളത് സെക്കൻഡറി കിന്നാവും. മദേഴ്സ് ഫാദർ, മദേഴ്സ് സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്, ഇങ്ങനെ ഇതൊക്കെ എന്താണ് സെക്കൻഡറി കിന്നാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം,
സെക്കൻഡറി കിന്നിന് നമ്മുടെ പ്രൈമറി കിന്നിന്റെ മറ്റൊരു പ്രൈമറി കിന്നിന് മാത്രമേ അവിടെ സെക്കൻഡറി കിന്നാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ളത് വേറെ സാധനം കേട്ടോ. അങ്ങനെ 33 തരത്തിലുള്ള സെക്കൻഡറി കിന്നുകളുള്ളൂ. അത് ഏതൊക്കെയാണ് ജസ്റ്റ് എഴുതി വെക്കുക. പിന്നെ അടുത്തത് ടെറിഷറി കിന്നാണ്. ടെറിഷറി കിന്നാണെങ്കിൽ ഇത് ഒരു തൃതീയ തലമാണ്, ഒരു തേർഡ് ഇതാണ്. അഥവാ പ്രൈമറി കിൻ ഓഫ് സെക്കൻഡറി കിന്ന്, ഒന്നെങ്കിൽ പ്രൈമറി കിൻ ഓഫ് സെക്കൻഡറി കിന്നാണോ, അഥവാ നമ്മുടെ പ്രൈമറി കിന്നിന്റെ സെക്കൻഡറി കിന്നായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി കിന്നിന്റെ പ്രൈമറി കിന്നായിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുത്തച്ഛൻ നമ്മുടെ സെക്കൻഡറി കിന്നാണ്, അപ്പൊ മുത്തച്ഛന്റെ പ്രൈമറി കിന്നാവുക എന്ന് വെച്ചാൽ മുത്തച്ഛന്റെ എന്താ അങ്ങനെ പറയാം, മുത്തച്ഛന്റെ അച്ഛൻ, അത് നമുക്ക് എന്താണ് ടെറിഷറി കിന്നാണ്. അതുപോലെ തന്നെ സെക്കൻഡറി കിൻ ഓഫ് പ്രൈമറി കിൻ, ഇപ്പൊ ഒരു പ്രൈമറി കിൻ അച്ഛന്റെ ഒരു സെക്കൻഡറി കിന്നുണ്ട്, അച്ഛന്റെ പിന്നെ പെങ്ങളെ മകള്, അത് അച്ഛന്റെ സെക്കൻഡറി കിന്നാണ്, അത് നമുക്ക് ടെറിഷറി കിന്നായി വരും. അതുപോലെ 151 ടൈപ്സ് ഓഫ് ടെറിഷറി കിന്നാണ് ഉള്ളത്. അത് ഏതാണെന്ന് ജസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ മടുക്കും, എന്നാലും ജസ്റ്റ് ഒരു രസമാണ്. നിങ്ങളുടെ ബന്ധുക്കള്, നിങ്ങൾക്കറിയാവുന്ന ബന്ധുക്കളൊക്കെ ടെറിഷറി കിന്നാണോ സെക്കൻഡറി കിന്നാണോ നോക്കാം. ഇതുപോലെ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറയാം ഫാദേഴ്സ് മദേഴ്സ് ബ്രദർ, അച്ഛന്റെ അമ്മയുടെ ആങ്ങള, അത് ടെറിഷറി കിന്നാണ്. പിന്നെ ഇതുപോലത്തെ 151 പറഞ്ഞില്ലേ, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയോണ്ട് രസമായിരിക്കും. അപ്പൊ ഇത് ടെറിഷറി കിന്നിൽ നിൽക്കൂല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിന്നെ അതിന്റെ 4th 5th 6th അങ്ങനെ എത്രയോ പിന്നെ ഇതിലേക്ക് തലങ്ങളിലേക്ക് നമുക്കത് പോകാൻ പറ്റും. പിന്നെ ഇത് കിൻഷിപ്പ് ഡയഗ്രം ആണ്. ഇപ്പൊ കിൻഷിപ്പ് ഡയഗ്രം നിങ്ങൾ നോക്കൂ, ഇതിൽ മെയിലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ എന്താ ഡെൽറ്റ ഒരു സാധനം, പിന്നെ ഒരു റൗണ്ട് ആണ് നമ്മൾ ഫീമെയിലിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. മാരേജ് റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈക്വൽ ടു റിലേഷൻ കൊടുത്തിന്. അതുപോലെ തന്നെ പിന്നെ ഒരു ഡിസെൻഡിങ് ജനറേഷൻ അഥവാ നമ്മുടെ എന്താ അതിന്റെ പാരമ്പര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് രേഖകളാണ്, ലൈൻസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എ ബി എന്നിവയ്ക്ക് പിന്നെ രണ്ട് മക്കള് തമ്മിൽ അവരുടെ മാരേജ്, അതിൽ മക്കള് ഇങ്ങനെ കണ്ടല്ലോ. ഇതാണ് സാധാരണ ഒരു കിൻഷിപ്പ് ഡയഗ്രം എന്ന് പറയുന്നത് കേട്ടോ. വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആവശ്യമല്ല, ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആരുടെ ബന്ധത്തിൽ എങ്ങനെ വരും, ടെറിഷറി കിന്ന് എവിടെ വരും, പ്രൈമറി കിന്ന് എവിടെ വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള. ഇപ്പോ ഉദാഹരണത്തിന് ഓയും ജിയും തമ്മിൽ എച്ചും ജിയും തമ്മിൽ പ്രൈമറി കിന്നാണ്. പക്ഷെ ഈ ജിയും അതുപോലെ തന്നെ കെയും ഉള്ളത്, ജിയും കെയും തമ്മിലുള്ളത് എന്താണ് പ്രൈമറി കിന്നല്ല, ജിയും കെയും തമ്മിലുള്ളത് സെക്കൻഡറി കിന്നായിട്ട് വരും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഈ പ്രൈമറി സെക്കൻഡറി ടെറിഷറി കിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ കിൻഷിപ്പ് ഡയഗ്രാം വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം. പിന്നെ നമുക്ക് തൽക്കാലം ഇന്നത്തെ ഇത് ഇത്ര അവസാനിപ്പിക്കാം. ഈ ഡയഗ്രത്തോടു കൂടി നമുക്കത് അവസാനിപ്പിക്കാം. അത്യാവശ്യം കാര്യങ്ങൾ തലതിരിയാനുള്ള തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.